15 മോഡൽ. 2015 മോഡലാണ് അല്ലേ? ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. എന്ത് പാട് വണ്ടി? വണ്ടി 1.14 വണ്ടി ഓടുന്നത്. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങളോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഫ്ലഡ് ടോട്ടൽ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. അല്ല, ഏത് കസ്റ്റമറിനെ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപൊളി വണ്ടി എന്ന് പറയാം. മൈലേജ് ഉണ്ട്, നല്ല മൈലേജും കിട്ടും അത്യാവശ്യം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സാധാരണ വിലയിൽ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിച്ചാപ്പൊളി ജനപ്രിയ വണ്ടികളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ വള്ളോമ്പ്രം PN കാർസിലാണ്. ഇവിടെ SUV ടൈപ്പ് വണ്ടികളുണ്ട്, അതുപോലെ തന്നെ 7 സീറ്റർ വണ്ടി, ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ അവൈലബിൾ ആണ്. നല്ല ട്രെൻഡായിട്ട് കളിക്കുന്ന മഹീന്ദ്രന്റെ താർ, ഈക്കോ കുറെ ആൾക്കാർ നോക്കി നടക്കുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് ഡീസൽ വണ്ടികളാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടികളാണ്. കറക്റ്റ് പ്ലേസ് വരുന്നത് വള്ളോമ്പ്രമാണ്. അതായത് മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് പോവാണെങ്കിൽ വള്ളോമ്പ്രം ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 100-150 മീറ്റർ വന്നാൽ ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന യാർഡാണ്. പെട്രോൾ പമ്പിന്റെ തൊട്ട് മുമ്പുള്ള യാർഡാണ്. അതുപോലെ തന്നെ കോഴിക്കോടിന് വരികയാണെങ്കിൽ വള്ളോമ്പ്രം ജംഗ്ഷനിൽ എത്തുന്നേക്കാളും 150 മീറ്റർ മുമ്പുള്ള യാർഡാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇവിടെ കാണിക്കുന്ന ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ ഉണ്ട്, അതിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നോക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ എന്നോടൊപ്പം ഉള്ളത് അനസാണ്. എന്തൊക്കെയുണ്ട്? നല്ല സുഖമല്ലേ? പൊളി. പിന്നെ ഇവിടെ കൂടുതലും ഈ SUV ടൈപ്പ് വണ്ടികളാണ് അല്ലേ കൂടുതലും? ഓക്കെ. സെഡാൻ വണ്ടികൾ SUV ടൈപ്പ് വണ്ടികളാണ്. വണ്ടി കുറവാണ്, കൂടുതൽ. പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളും ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് പ്രേക്ഷകർക്ക് ഈ ഫോർഡിന്റെ എക്കോസ്പോർട്ട് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് മോഡൽ എത്രയാണ്? 2013 മോഡൽ. 2013 മോഡലാണ് അല്ലേ? ഇത് ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് ടൈറ്റാനിയം ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1,44,000 കിലോമീറ്റർ 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അല്ലേ? ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണറാണ്. ഓക്കെ. വണ്ടി എന്ത് തട്ടുമുട്ട് പേർക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി നല്ല വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല, കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി അല്ലേ? ഇത് ഡീസൽ അല്ലേ? എഞ്ചിൻ വരുന്ന ഡീസലാണ്. ഏകദേശം മൈലേജ് ഒക്കെ എത്ര കിട്ടും ഇതില്? മൈലേജ് 18-20 മൈലേജ് കിട്ടും. 10-20 മൈലേജ് ഒക്കെ ഇതിൽ കിട്ടുന്നുണ്ടല്ലേ? ലോങ് 20 മേലെ കിട്ടും ലോങ്. അതെ. ഈ ഫോർഡ് എക്കോസ്പോർട്ടിന്റെ ചിലർക്ക് ഇതിന്റെ മൈലേജ് അറിയുന്നില്ല. അപ്പൊ ഈ മാക്സിമം ലോങ് ആണെങ്കിൽ ഇതിൽ ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഡീസൽ ആണെങ്കിൽ ഇത് നിങ്ങൾ എത്ര ആസ്ക്? ഇത് 4 ലക്ഷം റുപ്യ നമുക്ക് വണ്ടി കൊടുക്കും. 4 റുപ്യ. ഇത് ചെറിയ മാറ്റം ചെയ്യാൻ നെഗോഷ്യബിൾ ആണ്. ചെറിയ മാറ്റം നമുക്ക് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ ഫിനാൻസ് എത്ര പൈസ ഇറക്കാൻ പറ്റും വണ്ടി? ഒരു 50 റുപ്യ 60 റുപ്യ ലെവലുണ്ടെങ്കിൽ വണ്ടി 60,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി ലോൺ എടുക്കാം കേട്ടോ. 2013 മോഡലാണ് ചോദിക്കുന്നത്. 4 റുപ്യ ചോദിക്കുന്നുണ്ട്, വില കുറച്ച് തരും കേട്ടോ. ഫിക്സ് റേറ്റ് ഒന്നുമല്ല. ഇവിടെ വന്ന് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ മാക്സിമം കട്ട് ചെയ്ത് കുറച്ച് തരും. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കാല് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു നാനോ ടിസ്റ്റ് നമുക്ക് പരിചയപ്പെടാം. ഇത് ഡിക്കുള്ള വണ്ടിയല്ലേ ഇത്? ഓക്കെ. മോഡൽ എത്ര തന്നെ? 2016 മോഡൽ. 16 മോഡലാണ്. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 52,000 കിലോ. 52 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണല്ലേ? വണ്ടി എന്ത് പാട്? ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടി. ഓക്കെ. ഇത് എത്ര നിങ്ങൾ ചോദ്യം? ഇത് 1,20 നമുക്ക് വണ്ടി കൊടുക്കാം. 1,20 നിങ്ങൾ ചോദിക്കുന്നതാ? കുറയോ വില കുറയോ? ഇത് ചെറിയ മാറ്റം ചെയ്യാം, എന്തെങ്കിലും മാറ്റി കൊടുക്കും അല്ലേ? കസ്റ്റമർ വരികയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തു തരും കേട്ടോ. 1,20 ചോദിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ലോൺ കിട്ടുമോ? കിട്ടുമല്ലേ? 60 നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ? 10-50 റുപ്യന്റെ അടുത്ത് ലോൺ കിട്ടും അല്ലേ? ഓക്കെ. മാരുതിയുടെ ബലോന നമുക്ക് പരിചയപ്പെടാം. ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ ആണ്. മോഡൽ എത്ര? 2018 ആണ്. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഓട്ടം 1.5 കിലോമീറ്റർ ഓടിയാണ്. 1.5? ഓട്ടം ചെറിയൊരു വൈഡ് ആയിരിക്കണല്ലോ. 1.5 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി. ഏറ്റവും ടോപ്പ് ആണ്. ആൽഫ. ഓക്കെ. ആൽഫ ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലാണ് വണ്ടി അല്ലേ? ഡീസൽ. ഓക്കെ. വണ്ടി എന്തുപാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ലല്ലേ? നല്ല വണ്ടിയാണ്. ഒന്നുമില്ല. പക്ക നീറ്റ് വണ്ടി. ഉള്ളു നോക്കുകയാണെങ്കിലും പുറത്ത് നോക്കുകയാണെങ്കിൽ ഒക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. വണ്ടി തട്ടുമുട്ട് പേർക്കൊന്നും ഇല്ലാന്നാ മൂപ്പര് പറയുന്നത്. കാണാൻ നല്ല ലുക്കുള്ള വണ്ടിയാ. ഇത് എത്ര ചോദിക്കണേ? ഇത് ഒരു 6.30 നമുക്ക് വണ്ടി കൊടുക്കാം. 6.30 ആണ്. 6.25 വണ്ടി കൊടുക്കാം. 6.25 കൊടുക്കാം. ലാസ്റ്റ് ആണോ? ലാസ്റ്റ് റേറ്റ് 6.25 കൊടുക്കാം. ഓക്കെ. അപ്പൊ 6.25 ചോദിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും പോരോ? കസ്റ്റമർ കസ്റ്റമർ വരട്ടല്ലേ? നോക്കാം. ഇതൊക്കെ മാക്സിമം എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും ലോണിലാണെങ്കിൽ? നമുക്കൊരു 80-90% ലോൺ കിട്ടൂലേ? ഓക്കെ. അപ്പോ 2018 മോഡൽ അല്ല വണ്ടി? 2018 ആണ്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. എല്ലാവരും തപ്പി നടക്കുന്ന നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടി നമുക്ക് പരിചയപ്പെടാം. ഹോണ്ടന്റെ ജാസ് ആണ്. ഇത് എല്ലാവരും തപ്പി നടക്കുന്ന വെച്ചാൽ മൈലേജ് കൂടുതൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് ഡീസൽ വണ്ടി? ഡീസൽ വണ്ടിയാണ്. 25 കിലോമീറ്റർ ലോങ് ഡ്രൈവ് ആണെങ്കിൽ 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് മോഡൽ എത്ര തന്നെ? 2015 മോഡലാണ്. ഓക്കെ. ഇത് ഏതാ ഓപ്ഷൻ? SB ആണല്ലേ? ഓക്കെ. വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഒന്നും മാറിയിട്ടില്ല? മെയിൻ ഗ്ലാസോ അല്ല ക്വാർട്ടർ ഗ്ലാസോ ഒന്നും മാറിയില്ല? മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. ഇത് S ആണ് മോഡല്. S ആണല്ലേ? ഓക്കെ. S ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ.
വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും മെയിൻ ക്ലാസ് ആണ്, വേറെ ഒന്നും ബോണ്ട് കാര്യങ്ങളൊന്നും മാറിയില്ല. ഓക്കെ. ഇത് ഓട്ടോ ഒക്കെ എത്ര ഉണ്ടാവും? ഓട്ടം 1.22 ഓട്ടം. 1.22 ഓടിയിട്ടുണ്ട് അല്ലേ? സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. വണ്ടി കാണാൻ കുറച്ച് ലുക്കുള്ള വണ്ടി തന്നെ അല്ലേ? എത്ര ഇത് ചോദിക്കുന്നത്? ഇത് ഒരു 4.40. 4.40 ആണ്. 2015 മോഡലാണ്. 4.40 ചോദിക്കുന്നുണ്ട്. മാക്സിമം ഫിനാൻസും കിട്ടുമല്ലോ. സ്വിഫ്റ്റ് ഡിസയർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? 2010 മോഡൽ. 2010 മോഡലാണ് അല്ലേ? ഓക്കെ. ഒരു ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ? ഇത് എത്ര ഓടിയിട്ടുണ്ടോ വണ്ടി? ഇത് 1.31 ആണ്. അതിന് ജെനുവിൻ ആവില്ല. 2010 വണ്ടിയല്ലേ? ഇത് കേരള ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓക്കെ ഓക്കെ. വണ്ടി വേറെ എന്തെങ്കിലും റീപ്ലേസ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നും തട്ടുമുട്ടൊന്നുമില്ല അല്ലേ? ഓക്കെ. നല്ല വണ്ടി. ഇപ്പൊ മെക്കാനിക്കൽ പരമായിട്ട് ഒന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. പഴയ വണ്ടി ആയതുകൊണ്ട് ചോദിച്ചാണ്. ഫുൾ ആണല്ലേ? എണ്ണടിച്ച ഓട അത്രേ ഉള്ളൂ. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് 2 ലക്ഷം രൂപ ചോദ്യം. 2 ആണ്. 2 ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കൂല? ചെറിയ മാറ്റം ചെയ്യാം മാക്സിമം. ഇതിനൊക്കെ ലോൺ കിട്ടോ? ലോൺ നമുക്ക് ഫിനാൻസ് കിട്ടായിരിക്കും അല്ലേ? ഫിനാൻസ് 2010 വണ്ടിയുണ്ട്, അത് കിട്ടുള്ളൂ. അതെ അതെ അതെ. പിന്നെ ഉള്ളു പുറത്തൊക്കെ നല്ല നീറ്റാണ് കേട്ടോ. ഒരു 4 ടയറും കട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാൻ കുറച്ച് വൃത്തിയുള്ള വണ്ടിയാണ്. 2 രൂപ ചോദിക്കുന്നുണ്ട്. വില എന്തെങ്കിലും കുറച്ച് തരും. ഡസ്റ്റർ നമുക്ക് നോക്കാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2013 ആണ്. ഇത് 85 ആണ്. 85 ആണ് അല്ലേ? സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടം 1.28 ഓട്ടം. 1.28 ഓട്ടം. വണ്ടി റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഇല്ല. തട്ടുമുട്ടൊന്നുമില്ല. നല്ല വണ്ടി അല്ലേ? ഓക്കെ. അത്യാവശ്യം ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ വൃത്തിയുണ്ട്. ഇത് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 3.90 ആണ് ചോദ്യം. അതേ റേറ്റ് തന്നെ അല്ലേ? ഓക്കെ. 3.90 തന്നെ ചോദിക്കുന്നുണ്ട്. പിന്നെ 2013 മോഡലാണ്. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. ഇതൊരു റിഡ്സ് കാർ നമുക്ക് പരിചയപ്പെടാം. ഇത് ഈ വണ്ടി നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുള്ള വണ്ടിയാണ് കേട്ടോ. ഇതിപ്പോ ഞാനൊക്കെ മുമ്പ് കുറെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല കംഫർട്ടബിൾ ഡ്രൈവ് ആണ് കേട്ടോ. ഇതിൽ നല്ല ഇരിക്കാനും ഇപ്പൊ ബാക്കിൽ ഇരിക്കാനും ഇപ്പൊ മുമ്പിൽ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നല്ലൊരു എന്താ പറയാ നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ കയറ്റത്തൊക്കെ നിങ്ങൾ ഓടിച്ച ആൾക്കൊക്കെ അറിയാം. കയറ്റത്തൊക്കെ നല്ല വലിവാണ് കേട്ടോ. വണ്ടി നല്ല വലിവാ. ഇതിപ്പോ പെട്രോളാ ഡീസൽ വണ്ടി? പെട്രോൾ വണ്ടിയാണ്. ഇത് എത്ര മോഡൽ തന്നെ? ഇത് 2013 മോഡലാണ്. 13 മോഡലാണ്. ഓപ്ഷൻ VXi ആണ് ഓപ്ഷൻ തന്നെ. ഇതൊക്കെ എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1.24 ഓടിയിട്ടുണ്ടല്ലോ. 1.25 ഓടി. മേജറായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് തട്ടുമുട്ടൊന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നല്ല വണ്ടി, നല്ല വൃത്തിയിലാണ്. ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇത് 2.85 ആണ്. 2.85 ചോദിക്കും. ഓക്കെ. എന്നൊക്കെ അറിയോ? വില കുറച്ച് കൊടുക്കും? മാക്സിമം ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇതിനൊക്കെ ഫിനാൻസും കിട്ടൂലേ? കിട്ടും. അപ്പൊ ഇവര് 2.80 ചോദിക്കുന്നുണ്ട്. 2.85 അല്ലേ ചോദിച്ചേ? ഓക്കെ. വില എന്തെങ്കിലും കുറച്ച് തരും. ഇവിടെ വരികയാണെങ്കിൽ കുറച്ച് തരും കേട്ടോ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. നമുക്ക് ഒരു 7 സീറ്റർ വണ്ടി നമുക്ക് നോക്കാം. മഹീന്ദ്രന്റെ TUV. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ. ഓക്കെ. ഇത് മോഡൽ എത്ര തന്നെ? 2016 മോഡലാണ് വണ്ടി. വണ്ടി ഇത് മാനുവൽ വണ്ടി അല്ലേ? മാനുവൽ. എത്ര ഓടിക്കണം വണ്ടി? ഓട്ടം 81,000 ഓടിയിട്ടുണ്ടല്ലോ. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. വണ്ടി എന്ന് പറയുന്നത് നല്ല വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അല്ല, ഒരു കസ്റ്റമർ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടി. ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 5.60 ആണ്. 5.60 ആണ് ചോദിക്കുന്നത്. അല്ല, വില കുറച്ച് കൊടുക്കും. ഇത് എത്ര മോഡൽ എത്ര? നിങ്ങൾ 16 5.60 ചോദിക്കണ്ടല്ലേ? വില എന്തെങ്കിലും കട്ട് ചെയ്തിട്ട് കുറച്ച് കൊടുക്കും. ആവശ്യക്കാർ കറക്റ്റ് അല്ലേ? ഓക്കെ. ഇതൊക്കെ ഫിനാൻസ് ഒക്കെ എത്ര കിട്ടും? ഇത് ഫിനാൻസ് നമുക്കൊരു 5 രൂപ ലെവൽ ഫിനാൻസ് കിട്ടും. 5 രൂപ ഫിനാൻസ് കിട്ടുമല്ലോ. 10-60 രൂപ ഉണ്ടെങ്കിൽ ലോൺ ഇറക്കാം. 7 സീറ്റർ വണ്ടി കുറെ ആൾ നോക്കി നടക്കുന്നുണ്ട്. അപ്പൊ ഒരു ചെറിയൊരു ബഡ്ജറ്റ് വിലയിൽ അല്ല ഒരു വണ്ടി 5-60 ചെറിയൊരു പൈസ അല്ലേ? മൈലേജ് ഉണ്ട്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? ഇതൊരു 15ന്റെ മുകളിൽ കിട്ടും. 15 മേലെ മൈലേജും കിട്ടുമല്ലേ? ഓക്കെ. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയോളെ കേട്ടോ. 5.60 ആണ് ചോദ്യം. വില പിന്നെയും കുറച്ച് തരും. വീണ്ടും ഒരു ഡസ്റ്റർ നമുക്ക് നോക്കാം. ഇവിടെ 3 വണ്ടി ഉണ്ട് കേട്ടോ. ഒരു വൈറ്റ് കളർ, ഒരു ഗ്രേ കളർ, ഒരു റെഡ്. 3 വണ്ടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് മോഡൽ എത്ര തന്നെ? 2016 മോഡലാണ് അല്ലേ? ഓക്കെ. ഇത് 85 തന്നെയാണ് കേട്ടോ. 3ഉം 85 തന്നെയാണ്. അപ്പൊ 85 കുറെ ആള് നോക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് എത്ര ഓട്ടം ഉണ്ട്? ഇത് 1.72. 1.72 ഓടിക്കുന്നത്. ഓക്കെ ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഗ്ലാസ് മാറിയാണ്. മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ ഓക്കെ. വണ്ടി ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ അത് വൃത്തിയുള്ള വണ്ടി കേട്ടോ. ഇതൊക്കെ ഓപ്ഷൻ ഏതാ വരുന്നത്? ഇത് മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. മിഡിലാണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. എത്ര ചോദിക്കണത്? ഇത് 5 രൂപ ചോദിക്കുന്നുണ്ട്. ഓക്കെ. 2016 മോഡലാണ്. 5 രൂപയാണ് ചോദിക്കുന്നത്. 85 ആണ് കേട്ടോ. ഫോർഡ് ഫിഗോ ആസ്പെയർ. ഇത് ഡീസൽ വണ്ടിയാണ്. നല്ല അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ് കേട്ടോ. ഇത് മോഡൽ എത്ര? 2015 മോഡൽ. 2015 മോഡലാണ് അല്ലേ? ഇത് മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. എന്ത് പാട് വണ്ടി? 1.14 ആണ് വണ്ടി ഓടുന്നത്. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ. മേജർ ആയിട്ട് ആക്സിഡന്റ് കാര്യങ്ങൾ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റെഡ് ടോട്ടൽ ഒന്നുമില്ല. നല്ല വണ്ടിയാണ്. നല്ല ഏത് കസ്റ്റമറിനെ വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ നല്ലൊരു അടിച്ചാപൊളി വണ്ടി എന്ന് പറയാം. മൈലേജ് ഉണ്ട്. നല്ല മൈലേജും കിട്ടും അത്യാവശ്യം. ഓക്കെ. ഇത് മോഡൽ എത്ര? നിങ്ങൾ 2015 മോഡലാണ്. പിന്നെ എത്ര ചോദ്യം? ഇത് 3.10 ആണ് ചോദ്യം. 3.10 ചോദിക്കണ്ടല്ലേ? 3-നൊക്കെ മേലെ ആവശ്യം കൊടുക്കാം.
3 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ല മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടി എന്ന് പറയാം. പിന്നെ ഫോർഡ് ഫിഗോ ആസ്പെയർ. ഓക്കെ, ഇതിന് അത്യാവശ്യം ലോണും കിട്ടുമല്ലോ, മാക്സിമം ഒരു 50% ലോണും കിട്ടും. ചെറിയ പൈസക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വണ്ടി നമുക്ക് നോക്കാം. സ്വിഫ്റ്റ് കാറാണ് ഇത്, ഡീസലാണ് വണ്ടി. ഇത് മോഡൽ കാര്യങ്ങളൊക്കെ 2009. ഓക്കെ, പുതിയ പേപ്പർ എടുത്തുണ്ട്. പുതിയ പേപ്പർ എടുത്തിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. ഓട്ടോക്കെ ഓട്ടം 1.77 ആണ് ഓട്ടം. 1.77 ഓടിയിട്ടുണ്ടല്ലേ? വണ്ടി എന്തെങ്കിലും മേജറായിട്ട് കംപ്ലൈന്റ് കാര്യങ്ങൾ? കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പൊ നിലവിൽ എന്തെങ്കിലും പണി കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാണ്ടോ? നിലവിൽ ഇപ്പോൾ വർക്ക് എടുക്കാനില്ല. ഓൾറെഡി എ സി കാര്യങ്ങളൊക്കെ എല്ലാം വർക്കിംഗ്, എ സി, പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ്. അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. ടയർ 60 ടയറൊക്കെ ഉണ്ട്. ഉള്ളും പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ച് വൃത്തിയുണ്ട് കേട്ടോ. ഇത് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് 2 ലക്ഷമാണ് ചോദ്യം. 2 രൂപ ചോദിക്കുന്നല്ലേ? ഓക്കെ, 2010 മോഡലാണ്. 2009 മോഡലാണ് അല്ലേ? 2009 മോഡല് 2 രൂപ ചോദിക്കുന്നുണ്ട്. വില കുറച്ച് കൊടുക്കുമോ? കുറയോ? നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണെങ്കിൽ വില കുറയും കേട്ടോ. അപ്പൊ റിനോൾട്ടിന്റെ ഡസ്റ്റർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര? 2013 മോഡൽ. ഓക്കെ, വണ്ടി ഇത് ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടി അല്ലേ? ഓക്കെ, ഇത് ഏതാ? 85 അല്ലേ? 85. ഓക്കെ, 85 ആണ് ഇഞ്ചിന്. പിന്നെ വണ്ടി എന്ത് പറയുക, ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർ വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, എത്ര ഓട്ടം ഉണ്ടാവും? ഓട്ടം 1.61 ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇത് എത്ര നിങ്ങൾ ചോദ്യം? ഇത് ഒരു 3.90 ചോദിക്കണ്ടല്ലേ? വില കുറയോ? കുറച്ച് കൊടുക്കും. ചെറിയൊരു മാറ്റം കൊടുക്കും അല്ലേ? അപ്പൊ 2013 മോഡലാണ്, 85 ആണ്. ഇത് ചോദിക്കുന്നത് 3.90 ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും വില കുറയും കേട്ടോ. വില ഇതൊക്കെ ലോണൊക്കെ എത്ര കിട്ടും മാക്സിമം? ഇതൊക്കെ ഒരു 80% ലോൺ കിട്ടും. 80% കിട്ടൂല? ഒരു 10-50 രൂപ 70 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. ഓക്കെ, വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല വണ്ടിക്ക്. ഓക്കെ, അപ്പൊ 3.90 ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ വന്നോ കേട്ടോ. മഹീന്ദ്രന്റെ Thar DI നമുക്ക് പരിചയപ്പെടാം. ഇത് AC പവർ സ്റ്റിയറിംഗ് ഒന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, സാധാ വണ്ടി. ഓക്കെ, ഇത് 4 വീൽ ഡ്രൈവ് അല്ലേ വണ്ടി? 2 വീലാണ്. 2 വീലാ? ഓക്കെ, ഇത് മോഡൽ എത്ര? 2015 മോഡൽ. 15 മോഡലാണ്. ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി നല്ല കണ്ടീഷൻ വണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആയിട്ടുള്ള വണ്ടി. എത്ര ഓട്ടം ഉണ്ടാവും? ഓട്ടം 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നല്ലേ? ഓക്കെ, വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ നല്ല വണ്ടിയല്ല? എത്ര ചോദിക്കണേ? ഇത് 5.30 ലാസ്റ്റ് ആയിട്ടാണ്. 5.30 ആണല്ലേ? എന്തെങ്കിലും ചെറിയ കസ്റ്റമർ വരികയാണെന്നെങ്കിൽ കുറച്ച് കൊടുക്കും അല്ലേ? ഓക്കെ, 5.30 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യും. ട്രെൻഡ് ആയിട്ട് കളിക്കുന്ന മഹീന്ദ്രയുടെ Thar നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര തന്നെ? ഇത് 2021 മോഡലാണ്, 22 രജിസ്റ്റർ ആണ്. ഓക്കെ, വണ്ടി മാനുവൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് 4 വീൽ ഡ്രൈവ് ആണ് അല്ലേ? വണ്ടി ഇത് എത്ര ഓട്ടം ഉണ്ടാവും? ഇത് 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 18,000 ഓടിയിട്ടുണ്ട്. പിന്നെ ഓണർഷിപ്പ് സെക്കൻഡ് ആണ് അല്ലേ? വണ്ടി എന്തുവാണ്? വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, കറക്റ്റ് കമ്പനി സർവീസിലെ വണ്ടിയാണ്. ഓക്കെ, കമ്പനി സർവീസിൽ ഉള്ളതാണ്. ഓക്കെ, എക്സ്ട്രാ ഫിറ്റിംഗ് കുറെ ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, സ്റ്റോക്ക് വണ്ടി തന്നെ. ഷോറൂമിൽ നടക്കുമ്പോൾ എങ്ങനെയൊക്കെ വണ്ടി അതേപോലെ തന്നെ ഉള്ളത്, ഒന്നും കേട്ടിട്ടില്ല. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 15.50 ചോദ്യം. 15.50 ചോദിക്കണ്ടത്. വില കുറവില്ലേ? വില നമുക്ക് കുറക്കാം. ഓക്കെ, 2021 മോഡൽ 22 റൈസൻ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടി. ഇത് 4 സീറ്റ് വണ്ടി അല്ലേ? 4 സീറ്റാണ്. 15.50 ചോദിക്കുന്നുണ്ട്. വില എന്തെങ്കിലും കട്ട് ചെയ്ത് കുറച്ച് തരും. അപ്പൊ വേണമെങ്കിൽ വിളിച്ചോ. നമുക്ക് സ്കോഡന്റെ റാപ്പിഡ് നമുക്ക് നോക്കാം. നല്ല അടിച്ചപ്പൊളി റയർ പീസാണ്. ഇത് മോഡൽ എത്ര? ഇത് 2017 മോഡൽ. 2017 മോഡലാണ്. ഓക്കെ, വണ്ടി എത്ര ഓട്ടം ഉണ്ട്? വണ്ടി 89 ഓടിക്കണം അല്ലേ? ഓട്ടോമാറ്റിക് ഡീസലാണ്. ഓട്ടോമാറ്റിക് ആണ്, ഡീസലാണ് അല്ലേ വരുന്നത്? ഓക്കെ, ഇത് മൈലേജ് ഒക്കെ എത്ര കിട്ടും? ഓട്ടോമാറ്റിക് ഡീസൽ ആകുമ്പോൾ 17-18 മൈലേജ് കിട്ടും. ഓക്കെ, വണ്ടി എന്ത് പാട്? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇതിലെന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഒന്ന് കയറ്റിയിട്ടുണ്ടോ? ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ആണ്, ആലോചിച്ച് ഒക്കെ വരുന്നതാണ്. ഓക്കെ, വണ്ടി കാണാൻ നല്ല ലുക്ക് കേട്ടോ. ഇത് എത്ര ചോദിക്കുന്നത്? ഇത് 7.40 ചോദ്യം. 7.40 ചോദിക്കുന്നുണ്ട്. ഓക്കെ, വില കുറയൂലേ? വില നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഇവിടെ നമുക്ക് ഒരു ഗ്രേ കളറിൽ വരുന്ന ഇന്നോവ കാർ നമുക്ക് പരിചയപ്പെടാം. ഒറിജിനൽ കേരള വണ്ടിയാണ്. പിന്നെ ഇതൊരു ടാക്സി വണ്ടിയാണ് കേട്ടോ. ഈ ടാക്സി ഓടിക്കുന്ന ആരെങ്കിലും, പിന്നെ നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ. ഇന്നോവയില് ഇപ്പോ നിലവിലിപ്പോ ടാക്സി പെർമിറ്റ് ഉള്ളതാണിത്. ഇനിയിപ്പോ ഒരു വണ്ടീനെ ടാക്സി ആക്കണമെന്നില്ല അല്ലെ? ഇനി പെർമിറ്റ് എടുക്കണമെന്നുള്ള ആവശ്യമില്ല. ഇപ്പൊ നിലവിലുണ്ട്. ഇത് മോഡൽ എത്ര വരുന്നേ? ഇത് 2012 G4 ആണ് അല്ലേ? ഓക്കെ, വണ്ടി എന്ത് പാട്? വണ്ടി കേരള വണ്ടിയാണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല വണ്ടിയാണ്, നല്ല കണ്ടീഷൻ, മെക്കാനിക് ഒക്കെ കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഏകദേശം ഒക്കെ ഓട്ടം എത്ര ഉണ്ടാവും? ഓട്ടം 2,72,000 കിലോമീറ്റർ വണ്ടി. സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ടൊയോറ്റന്റെ പിന്നെ ഓട്ടം പിന്നെ വലിയൊരു കുഴപ്പമൊന്നുമില്ല. ഇന്നോവയിലൊക്കെ 10 ലക്ഷം ഒക്കെ ഓടുന്നുണ്ട്. വലിയൊരു വിഷയമല്ല. 2.75 ഓടിക്കുള്ളൂ. 72 ആണ് അല്ലേ? ഓക്കെ, നിലവിൽ ആക്സിഡന്റ് കാര്യങ്ങളും റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് ആണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ മേജറായിട്ട് ഫ്രണ്ടൊന്നും തട്ടൊന്നുമില്ല. നല്ല വണ്ടിയല്ലേ? ഓക്കെ, ഏതൊരു കസ്റ്റമറിനും വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ. പിന്നെ ഇതൊക്കെ ഷോറൂമിൽ കൊണ്ടുപോയി ഇതിന്റെ ഒക്കെ ഇത് അറിയാൻ പറ്റുള്ളൂ അല്ലേ? ഓക്കെ,
ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ ഇപ്പൊ? ഇത് നമുക്കൊരു 690 വണ്ടി കൊടുക്കാം. 690 ആ ഓക്കെ. 690 ആണെങ്കിൽ എങ്ങനെ ഇത് പെർമിറ്റ് കൊടുക്കുകയാണെങ്കിൽ ടാക്സിയിൽ നമുക്ക് 690 കൊടുക്കാം. പ്രൈവറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50-60 എക്സ്പെൻസ് വരും അല്ലേ? പ്രൈവറ്റ് ആക്കണമെങ്കിൽ. ഓക്കെ ഓക്കെ. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആവും അല്ലെ? അല്ല, പ്രൈവറ്റ് ആക്കണേ നമുക്ക് ഏറെ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. ടാക്സിയിലാണ് ഞാൻ പറഞ്ഞത് 690 നമുക്ക് ചെയ്യാം. അതെ അതെ അതെ. നിങ്ങൾ 690 ഇപ്പൊ നിലവിൽ ചോദിക്കുന്ന 690. ഇനിയിപ്പോ ഇത് പ്രൈവറ്റ് ആക്കണമെങ്കിൽ 50 രൂപ ഇൻക്ലൂഡ് ആക്കണം എന്നല്ല പറയുന്നത്. അപ്പൊ ഒരു 740 ആവും അല്ല? അങ്ങനല്ല. ഓക്കെ. അപ്പൊ ഇതൊക്കെ ലോണൊക്കെ ഫിനാൻസ് ഒക്കെ കിട്ടൂല്ലേ? ഏകദേശം ഫുള്ള് കിട്ടാൻ ചാൻസ് ഇല്ല. ആ കിട്ടും കിട്ടും. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. നമുക്കൊരു ടൊയോറ്റന്റെ ഹൈ റൈഡർ, അതായത് അർബൻ ക്രൂസർ ഹൈ റൈഡർ അല്ലേ? ഓക്കെ. ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഇതങ്ങനെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. യാർഡിലൊക്കെ സെക്കൻഡ് ആയിട്ട് കുറവല്ല ഈ വണ്ടി. ഞാനിപ്പോ ഇത്രയൊക്കെ യാർഡിലൊക്കെ പോകണ്ടല്ലോ, ഇത് ഇങ്ങനത്തെ ഒരു വണ്ടി കാണില്ല. ഇത് മോഡൽ എത്ര തന്നെ? 2023 മോഡൽ. 23 മോഡലാണ്. ഓട്ടോമാറ്റിക് ഹൈബ്രിഡ് ആണ്. ഹൈബ്രിഡ് ആണ് വണ്ടി. ഹൈബ്രിഡ് ആണ്. അതായത് ഹൈ റൈഡർ വണ്ടി ഹൈബ്രിഡ് ആണ്. പിന്നെ സൺറൂഫ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് ഓപ്ഷൻ ആണ് ഈ വണ്ടി വരുന്നത്. പിന്നെ ഏകദേശം എത്ര ഓടി ഉണ്ടാവും? ഇത് 35,000 കിലോമീറ്റർ വണ്ടി ഓടിയത് തന്നെ. ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ഓണർ ആണ് വണ്ടി ഇപ്പോ നിലവിലുള്ളത്. ഇത് ഫീച്ചേഴ്സ് ഒക്കെ പറയാൻ എന്തൊക്കെ ഉണ്ട്? ഇപ്പൊ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 360 ക്യാം ഉണ്ട്, ഓട്ടോമാറ്റിക് ആണ്, സൺറൂഫ്, പനോരമിക് സൺറൂഫ് ഉണ്ട്, ആൻഡ്രോയിഡ് ഫുൾ സെറ്റ് വണ്ടി അല്ലേ? എല്ലാം ഉണ്ട്. അലവില് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കുന്നത്? ഇതിന് 22 നമ്മള് ചോദിക്കുന്നത്. ചോദ്യം 22 ഒക്കെ ഉണ്ടല്ലേ? ഇതൊക്കെ പുതിയ വണ്ടിക്കൊക്കെ എത്ര ഉണ്ടാവും? പുതിയ വണ്ടിക്ക് 29-30 രൂപ അലവില് വരും. 30 രൂപ പുതിയ വണ്ടിക്ക് ഉണ്ട് തന്നെ. ഓക്കെ. ഓൺ റോഡ് 30 രൂപ വരുന്നുണ്ട്. 30 രൂപ അടുത്ത് വരുന്നുണ്ട്. ഇതിപ്പോ നിങ്ങൾ ആസ്കിങ് 22.50 ആണ് ചോദിക്കുന്നത്. വില നിങ്ങൾ കുറയോ? ചെറിയ മാറ്റം ചെയ്യാം. ചെയ്യൂല. ഓക്കെ. അപ്പോ എന്തായാലും കട്ടിയായിട്ട് കുറച്ച് കൊടുക്കും. നമുക്ക് ഇവിടെ ഒരു മാരുതിയുടെ ഈക്കോ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇവരെ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. പിന്നെ ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് വള്ളുവമ്പ്രാണ്, അതായത് മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. പിന്നെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് റോട്ടിൽ വരുമ്പോൾ വള്ളംപുറത്ത് നിന്ന് കോഴിക്കോട് റോട്ടിൽ തന്നെ ജസ്റ്റ് ഒരു 100 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് കിട്ടുന്ന യാർഡാണ് കേട്ടോ. പിന്നെ പെട്രോൾ പമ്പിന് മുമ്പിലായിട്ട് വരുന്നത്. അത് PN കാർസ് എന്നാണ് യാർഡിന്റെ പേര്. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് നമുക്ക് പരിചയപ്പെടുത്തി കൊടുത്തല്ല. ഇത് മോഡൽ എത്ര? 2010 മോഡൽ. 2010 മോഡലാണ് ഈക്കോ. ഇത് 7 സീറ്റാ 5 സീറ്റാ എങ്ങനെ ഇത് വരുന്നത്? ഇത് 5 സീറ്റ് ആണ്. RC 7 സീറ്റിന്റെ സീറ്റാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അല്ല? ഇത് RC ഉണ്ടാവില്ല, അതായത് 5 സീറ്ററാണ്. 5 സീറ്ററാണ് വണ്ടി. ഓക്കെ. ഇത് ഈ റൂട്ടിലൊക്കെ ഈ സാധനമൊക്കെ കൊണ്ട് പോകാനൊക്കെ പറ്റൂല. സാധനം നല്ല സ്പേസ് ഉള്ള വണ്ടിയല്ലേ? അത്യാവശ്യം ഒരു 7-8 ആൾക്കൊക്കെ ഇതിന് പോവാം അല്ല? ഇത് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇത് 1.55. 1.55 ചോദിക്കണ്ടല്ലേ? ഇത് വണ്ടി എന്ത് പാട്? മെക്കാനിക്കൽ പരമായിട്ട് പാട്? മെക്കാനിക്കൽ പരമായിട്ട് വണ്ടിക്ക് ഒരു പ്രശ്നം ഇപ്പൊ നിലവിലില്ല. ഇല്ലല്ലേ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. നല്ല വണ്ടിയാണ്. നല്ല വണ്ടി. ഓക്കെ. ഇപ്പൊ എടുക്കുന്ന ആൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇല്ല, എടുക്കുന്ന ആൾക്ക് ഇപ്പൊ പ്രത്യേകിച്ച് പണിയില്ല. അല്ല, ഞാൻ ഇത് എന്താ വെച്ചാല് അത് അത്ര ചോദിക്കാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒരാൾ ഇങ്ങനത്തെ ഒരു വണ്ടി നോക്കുന്നുണ്ടാവും. ഇങ്ങനത്തെ വണ്ടി നോക്കിയാൽ എന്തായാലും അവർ എടുക്കും. കാരണം ഈക്കോ കുറെ ആൾക്കാർ തപ്പി നടക്കുന്നുണ്ട് പല ആവശ്യത്തിനായിട്ട്. ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു അന്നം നോക്കുന്ന വഴി ആണെങ്കിലും അങ്ങനെയും പറ്റും. പിന്നെ അല്ല, മെയിനായിട്ട് അതിനായിട്ട് ആൾക്കാർ എടുക്കുന്നത് സെയിൽസിനൊക്കെ പറ്റും. അതെ, സെയിൽസിനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. വണ്ടി വേറെ മേജറായിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വിശ്വസിച്ചെടുക്കാൻ പറ്റിയ വണ്ടി. 2010 മോഡലാണ് ചോദിക്കുന്നത്. 1.55 ചോദിച്ചാൽ എന്തെങ്കിലും വില കുറച്ച് കൊടുക്കൂല? ഓക്കെ. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ. അപ്പോൾ ഓക്കെ അനസ്.